മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തട്ടിപ്പ് ഞെട്ടിക്കുന്നതാണ്, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന സ്ഥിതിയാണെന്നും പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസ് അന്വേഷിച്ചതിൽ സംഭവിച്ചത് ഈ കേസിൽ ഉണ്ടാകരുതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇനി ഇതിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് ശക്തമായി ഞങ്ങൾ കൂടി അത് നിരീക്ഷിക്കും. കുട്ടികൾ കുടുക്ക പൊട്ടിച്ച് കൊടുത്ത പണമായിരുന്നല്ലോ പ്രളയ ഫണ്ടിലെ തട്ടിപ്പ് നടത്തി. അതിലെ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയല്ലോ, പാർട്ടിക്കാരായിരുന്നല്ലോ എല്ലാം. അതുപോലെ തന്നെ ഇത് ഈ അന്വേഷണത്തിന്റെ ഇടയിൽ വേണ്ടപ്പെട്ടവരെ കണ്ടെത്തിയാൽ അന്വേഷണം എവിടെ എത്തും എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തെ ഗൗരവത്തോടുകൂടി പ്രതിപക്ഷം നിരീക്ഷിക്കുന്നത്. വിവാദ ബില്ലുകളിൽ വിശദീകരണം നൽകാൻ മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണും. രാത്രി 8:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. ബില്ലുകൾ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കാനാണ് സർക്കാർ നീക്കം. സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്നതടക്കം 8 ബില്ലുകളാണ് അംഗീകാരം കാത്ത് രാജ്ഭവനിൽ കിടക്കുന്നത്. നിയമസഭ പാസാക്കിയ ഈ ബില്ലുകൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പില്ല. നിയമസഭയുടെ അധികാരപരിധി കടന്നുള്ള ബില്ലുകളിൽ ഒപ്പുവെക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഗവർണറുടെ നിലപാട്. അനുനയിപ്പിക്കാൻ ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തയച്ചെങ്കിലും മന്ത്രിമാർ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് ഗവർണർ മറുപടി നൽകി. ഈ സാഹചര്യത്തിലാണ് രാജ്ഭവനിൽ നേരിട്ടെത്താൻ മന്ത്രിമാരുടെ തീരുമാനം. നിയമമന്ത്രി പി രാജീവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവരാണ് ഗവർണറെ നേരിൽ കണ്ട് വിശദീകരണം നൽകുന്നത്. ബില്ലുകളിൽ ഗവർണർക്കുള്ള സംശയം നീക്കുകയാണ് കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരുടെ ചുമതല.